കാവ് എന്നത് ദേവതകളെ ആരാധിക്കുന്ന വിശുദ്ധ വനഭൂമി അല്ലെങ്കിൽ ആരാധനാലയങ്ങളാണ്. കാവുകൾക്ക് ഒരുപാട് കഥ. സാധാരണയായി ഗ്രാമങ്ങളിൽ കാണപ്പെടുന്ന പ്രകൃതിയോട് ചേർന്നുള്ള ദൈവാരാധനാ സ്ഥലം. വളരെയധികം മരങ്ങളും ചെടികളും ഒത്തുചേർന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് വൈഭവോടുകൂടിയ ഒരിടമാണ് കാവ്. പ്രകൃതിയോട് ചേർന്ന പവിത്ര സ്ഥലം. സാധാരണയായി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്രാമങ്ങളിൽ കാണപ്പെടുന്നു. ഇവിടെ വൃക്ഷങ്ങൾ വെട്ടുകയോ അതുപോലെ നശിപ്പിക്കുകയോ ചെയ്യാറില്ല. ഇതൊരു ചൂരലിൻ്റെ ചെടിയാണ്. അതിൻ്റെ ഇലകൾ കണ്ട വളരെ നേർത്ത ഇലകൾ. ചൂരലൊരു വള്ളി ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ചൂരലെടുക്കുന്നത്. ഇത് വളരെ പവിത്രമായൊരു സ്ഥലമാണ്. ഇതൊരു പാലമരമാണ്. ഇപ്പോൾ പാലമരം, ആ വലിയൊരു വൃക്ഷമാണ് പാലമരം എന്ന് പറഞ്ഞാൽ. ഇതവിടെ കാണുന്ന, പുറകെ കാണുന്ന വലിയ വൃക്ഷം, അത് ഉയരം കൂടിയ ഒരു നിത്യഹരിത വൃക്ഷമാണ് പാലമരം. പലപ്പോഴും കാവുകളിലാണിത് കാണപ്പെടുന്നത്. തണ്ടിൽ നിന്നും വെളുത്ത പാൽ പോലുള്ള ഒരു പാല് പുറപ്പെടും. അതുപോലെ ഇലകൾ വട്ടമായി ക്രമീകരിക്കുന്നു. കാവിൻ്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന പാലമരം വിശുദ്ധയുടെ അടയാളമായി കാണപ്പെടുന്നു. ഇത് വിളക്ക് കത്തിക്കാൻ വേണ്ടി എടുത്തു വെച്ച വിളക്കുകളാണ്. ഭഗവതിയാണിത്. നാഗദൈവങ്ങളാണിത്. നാഗക്കാവിൽ വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്നത് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. അവിടെ ശിവനാണ്. ശിവൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാവുകൾ എന്ത് ഭംഗിയല്ലേ, എന്തൊരു പോസിറ്റീവ് വൈബാണ്. മരങ്ങളും ചെടികളും, ആ മണ്ണ് കണ്ട, നല്ല വെളുത്ത മണ്ണാണ് അവിടെയുള്ളത്. ശിവൻ പിന്നെ കാവിൻ്റെ നിഴലിൽ ഒരു ചെറിയ കവിത. കാവിൻ്റെ നിഴലിൽ കാലം നിശബ്ദമായി നിൽക്കും. ഇലകളുടെ പ്രാർത്ഥനയിൽ ദൈവങ്ങൾ വിശ്വസിക്കും. നാഗശിലകളുടെ മുന്നിൽ വിളക്കിൻ്റെ ചെറുപ്രകാശം. ഭൂമിയും വിശ്വാസവും ഒരേ താളത്തിൽ തുളുമ്പും. വെട്ടരുത് ഈ മൗനം, നശിപ്പിക്കരുത് ഈ കാട്.